ഹായ്. അപ്പോൾ ഇന്ന് എനിക്ക് ലാബ് എക്സാമാണ്. ഞാൻ എന്ത് വീഡിയോ ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് ഓർമ്മ വന്നത്. അയ്യോ, ഒന്ന് സെം എക്സാമാണ്. ലാബിൻ്റെ ഇലക്ട്രോണിക്സ് ലാബ്, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് ലാബിൻ്റെ എക്സാമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ട് 6 എക്സ്പെരിമെൻ്റ് ആണുള്ളത്. അപ്പോൾ അതിൽ ഏത് കിട്ടിയാലും ചെയ്യണം. ഞാൻ ഇന്നലെ തൊട്ട് അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീച്ചു, രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ ഫുഡ് ടൈം വന്നിട്ട് 7:15 തൊട്ട് 8:30 വരെയാണ്. അപ്പോൾ ഞാനൊരു 7:30 ആയപ്പോൾ പോയി നോക്കുമ്പോൾ പൊങ്കൽ, പിന്നെ ചില്ലി ബ്രെഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വടയും കോഫിയും കുടിച്ചു. എന്നിട്ട് തിരിച്ച് വന്നു. ഇതാ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് വീട്ടിലും പോകണം. നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് ഇന്ന് വീട്ടിലും പോകണം. പിന്നെ ലാസ്റ്റ് ട്രെയിൻ വന്നിട്ട് 4:50-നാണ്. 1:30-ക്കാണ് എക്സാം. 1:30-ക്ക് എക്സാം തുടങ്ങിയൊരു 4:30 ഒക്കെ ആകുമ്പോൾ തീരേണ്ടതാണ്. തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കണ്ടറിയാം വീട്ടിൽ പോകാൻ പറ്റുമോ, എക്സാം തീരുമോ എന്നൊക്കെ നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. എനിക്ക് ഏത് എക്സ്പെരിമെൻറ്റാണ് കിട്ടാമെന്ന് പോലും അറിയില്ല. എളുപ്പമുള്ളത് കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ഭയങ്കര പ്രാർത്ഥനയിലാണ്. എനിക്ക് ഈ എക്സ്പെരിമെൻറ്റ് കിട്ടണേന്ന്. 1-2 ഉണ്ടാവുമല്ലോ നമുക്ക് എളുപ്പമുള്ളത്. കിട്ടണേന്ന് പ്രാർത്ഥിച്ചൊക്കെ പോകുന്നുണ്ട്. നോക്കാം നമുക്ക് എങ്ങനത്തെ കിട്ടാമെന്നൊക്കെ. അപ്പം ഞാൻ ഓരോ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. നല്ല ചൂടായതുകൊണ്ട് ഞാൻ നിലത്തിരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് കളർ കോഡൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെ കുറി പഠിക്കാനുള്ള സംഭവങ്ങളായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ കോളേജിലേക്ക് പോകാൻ റെഡിയായി. കൊടയൊക്കെ ആയിട്ട്. നല്ല വെയിലാണ്. അപ്പം ഞാൻ ക്ലാസ് ഉണ്ട് 2 പേരുടെ. ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. അതിന് ശേഷമാണ് ലാബ് എക്സാം. അപ്പോൾ പോട്ടെ. റൂമൊക്കെ പൂട്ടി ഇറങ്ങി ഈ ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. ഇതാണ് എൻ്റെ ക്ലാസ്. എക്സാമും ക്ലാസ് ടെസ്റ്റൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വൻ പഠിത്തത്തിലായിരുന്നു. പിന്നെ ക്ലാസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞാൻ റൂമിലേക്ക് നടക്കുകയാണ്. എന്നിട്ട് പാക്ക് ചെയ്ത ബാഗ് കൊടുത്തിട്ട് വേണം ലാബ് എക്സാമിന് പോകാൻ. കാരണം എക്സാം കഴിഞ്ഞ വഴി പിന്നെ തിരിച്ച് റൂമിലേക്ക് വരാൻ ടൈം ഉണ്ടാവില്ല. അപ്പം ഞാൻ ബാഗൊക്കെ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോവാണ്. ലിഫ്റ്റിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ ലിഫ്റ്റ് വന്നു. വേഗം ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു. എക്സാം ആയതുകൊണ്ട് ലേറ്റ് ആവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റൂമൊക്കെ പൂട്ടി ഞാൻ വേഗം ഇറങ്ങി. അങ്ങനെ ഞാൻ റൂമിനോടൊക്കെ ടാറ്റ പറഞ്ഞ്. ഇതാണ് കേട്ടോ എൻ്റെ ഹോസ്റ്റല്. ഞാനൊരു പെട്ടെന്നൊരു റൗണ്ട് കാണിച്ചു തരാം. ലാബ് കഴിഞ്ഞു. ഞാൻ വിചാരിച്ച സാധനം തന്നെ കിട്ടി. സോ എളുപ്പത്തിൽ കഴിഞ്ഞു. 3:30 ലാബ് കഴിഞ്ഞു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം. ഞാനിപ്പോൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഈ സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ കുട്ടി ഒരു കുന്തം പോലത്തെ സാധനമൊക്കെ ബാഗിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണേന്ന്. പിന്നെ ഇതാണ് ലാബിൽ നിന്ന് ഞാൻ കോളേജിൻ്റെ പുറത്തേക്ക് വരാനുള്ള വഴി. ഇവിടെയാണ് ഞങ്ങളുടെ ലൈബ്രറി വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് പോയി കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ് എൻ്റെ ക്ലാസ്സൊക്കെ ഉള്ളത്. ഞാൻ പിന്നെ ഒരിക്കൽ ഫുള്ളായിട്ട് കോളേജ് കവർ ചെയ്തൊരു വീഡിയോ ചെയ്യാം. ഇത് ജസ്റ്റ് ഞാൻ വരുന്ന വഴി ചുമ്മാ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. പിന്നെ ട്രെയിനിന് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ എത്തി. അതുകൊണ്ട് അപ്പം തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നു. പക്ഷെ നല്ല വെയിലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്ക് വന്നു തുടങ്ങി. ട്രെയിന് ഇന്നൊരു 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. കണ്ടില്ലേ തിരക്ക്, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല ഫ്രണ്ട് സൈഡിലേക്ക് പോയിട്ട് ഫ്രണ്ടിലുള്ള, എന്നിട്ടും എനിക്ക് സീറ്റ് കിട്ടിയില്ല ഗൈസ്. ഞാൻ ബാഗ് വെക്കണം അവിടെ ബർത്തിൻ്റെ മുകളിലാണ് കയറിയിരുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ കുറേ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. സോറി, ഇതിനകത്ത് നമുക്ക് ശീലമില്ലല്ലോ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ടിൽ ദെൻ ബൈ.